നമസ്കാരം. എഡ്ജ് വിത്ത് എഡ്ജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കലണ്ടർ സ്പ്രെഡുകളാണ്. എത്ര തരം കലണ്ടറുകൾ? കലണ്ടറിനെ പൊതുവെ പറയുന്ന ഒരു പേരാണ് വോളാട്ടിലിറ്റി സ്പ്രെഡ് അല്ലെ വെർട്ടിക്കൽ സ്പ്രെഡ്. വെർട്ടിക്കൽ സ്പ്രെഡ് എന്തുകൊണ്ടാണ് വെർട്ടിക്കൽ സ്പ്രെഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ കുറച്ച് വ്യത്യാസങ്ങൾ പലതിലും വരുത്താറുണ്ടെങ്കിൽ പോലും ഏറെക്കുറെ ഒരേ സ്ട്രൈക്കുകൾ പിയും സിയും ആണ്. അതിൽ വ്യത്യസ്ത മന്തിൽ അല്ലെ വീക്കിലിയിൽ അല്ലെ ബൈ വീക്കിലി ഇതിലൊക്കെയാണ് കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കലണ്ടറിന്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഞാൻ കലണ്ടറിന്റെ നോർമൽ കലണ്ടറിനേക്കാളും കൂടുതൽ ലീപ് കലണ്ടറുകൾ, ഫ്യൂച്ചർ കലണ്ടറുകൾ ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാരണം ഇതിലൊന്നും ഒരുപാട് വോളാട്ടിലിറ്റിനെ നമ്മളെ ബാധിക്കില്ല. ഇപ്പോൾ നോർമൽ കലണ്ടറിൽ നമ്മൾ IV വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന, ഇപ്പം താഴ്ന്ന IV ഉള്ള സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉയർന്ന IV ആവുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങളെ റേഞ്ച്, നിങ്ങളെ പ്രോഫിറ്റബിലിറ്റി ഇതൊക്കെ വർദ്ധിക്കും. പക്ഷേ അത് നമ്മളെ കൺട്രോളിലല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ 4 ദിവസം കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് മാത്രമല്ല, റാലിക്ക് പകരം ഒരു വീഴ്ചയ്ക്ക് പകരം റാലിയാണ് സംഭവിക്കുന്നതെങ്കിൽ IV വീണ്ടും താഴെ പോവുക ചെയ്യുക. അപ്പം നമുക്ക് ചെറുതായിട്ട് നഷ്ടം വരും. പക്ഷേ നഷ്ടം വരാതെ എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വ്യത്യസ്ത തരം കലണ്ടറുകൾ, എത്ര തരം കലണ്ടറുകൾ, അതൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കലണ്ടറിന്റെ ഇതുപോലെ ഒന്നിലധികം കലണ്ടറുകളെ കുറിച്ച് വളരെ വിശദമായിട്ടൊരു സീരീസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എത്ര കലണ്ടറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിലെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് സ്ക്രീനിൽ കാണാം. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ലൈക്കും. ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുപോലെ ലൈക്ക് കൊടുക്കുക. കാരണം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ സ്ട്രാറ്റജികൾ ഇതിലൂടെ എന്തൊരു പരിചയപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അത് നിങ്ങളെ പ്രോത്സാഹനം കൂടി ഉണ്ടായാലേ ഇതിൽ എനിക്ക് വിജയിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ കലണ്ടർ സ്പ്രെഡിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. കലണ്ടറിന് പൊതുവേ പറയുന്ന വേറൊരു പേരാണ് വോളാട്ടിലിറ്റി സ്പ്രെഡ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വോളാട്ടിലിറ്റി ആയിട്ട് നോർമൽ കലണ്ടറുകളൊക്കെ ഡയറക്റ്റ് ബന്ധമുള്ളതാണ്. കാരണം ഇന്ത്യ വിക്സിനനുസരിച്ചാണ് അതിൻ്റെ ആ പേ ഓഫ്. അത് ചിലപ്പോൾ സെക്കൻഡുകൾ കൊണ്ട്, മിനിറ്റ് കൊണ്ടോ മണിക്കൂർ കൊണ്ടോ മാറിക്കൊണ്ടേയിരിക്കും. അതിനൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു ഷേപ്പ് ഉണ്ടാവില്ല. അത് വോളാട്ടിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം വ്യത്യസ്ത രീതിയിലുള്ള 2 സ്പ്രെഡുകളാണ് ഉണ്ടാവുക. ഈ മന്തിൽ അല്ലെ ഏറ്റവും അടുത്ത 2 സെല്ല് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ദൂരെ ഉള്ളതാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്പ്രെഡ് ഒരു സങ്കലനം സ്പ്രെഡ് ആയതുകൊണ്ട് ഇതിൻ്റെ അടുത്തുള്ള ഈ പറഞ്ഞ സ്ട്രൈക്കുകൾക്കുള്ള IV, അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള എക്സ്പയറി, അതിനുള്ള IVയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ പോകെ പഠിക്കും, എന്താണ് IV പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ആ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ആദ്യം ഇപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം മാർക്കറ്റ് ബുള്ളിഷ് ആണല്ലോ, നമുക്ക് റിലേറ്റീവ് റൊട്ടേഷൻ ഗ്രാഫിൽ ഏതൊക്കെ സെക്ടറുകളാണ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് സാവധാനം പോവാം. കാരണം ഇന്നിപ്പോൾ എല്ലാത്തിനെയും കൂടി വിശദീകരിച്ച് വരുമ്പോഴേക്ക് തന്നെ ഇന്നത്തെ സമയം കഴിയും, ഒരു 10-15 മിനിറ്റ്. കാരണം സാധാരണ രീതിയിലുള്ള കലണ്ടർ അല്ലാതെ അസാധാരണമായിട്ടുള്ള, അതായത് ഞാൻ എൻ്റെ കോഴ്സിലൊക്കെ പഠിപ്പിക്കുന്ന ഫ്യൂച്ചർ ഹെഡ് ചെയ്യുന്ന കലണ്ടർ, ലീപ്പിലെ കലണ്ടറുകൾ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറഞ്ഞ കലണ്ടറുകളൊന്നും ചെയ്യുന്ന ആരുമില്ല, പഠിപ്പിക്കുന്നവരുമില്ല, ചെയ്യുന്നവരുമില്ല. കാരണം ഇതിൽ നിങ്ങൾക്ക് ഞാനിതിലൊരു 5 വർഷം അടുപ്പിച്ച് കലണ്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് പലരും പറയും കലണ്ടർ ഇന്ന വീക്സിൽ ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അതിന് നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് സാധാരണയായിട്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. അതിൽ ചില ക്യാച്ചുകളുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് റിലേറ്റീവ് റൊട്ടേഷൻ ഗ്രാഫിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ സെക്ഷനിൽ സെക്ടോറിയൽ അതെന്താന്ന് നോക്കാം. അതിൽ ആദ്യം നമുക്ക് റിലേറ്റീവ് റൊട്ടേഷൻ ഗ്രാഫ് എടുക്കാം. അപ്പോൾ നമുക്ക് റിലേറ്റീവ് റൊട്ടേഷൻ ഗ്രാഫ് ഇതെടുത്തു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിഫ്റ്റി, റിയാലിറ്റി, ഇതൊക്കെ ഡെയിലിയിലാണ്.
ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡെയിലിയിലാവുമ്പോൾ അത് 2-3 ദിവസത്തെ ഇമ്പാക്റ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ആണ് എന്ത് ലീഡിങ് ഇതിലേക്ക് കടക്കുന്ന, അതുപോലെ പച്ച ഇതിലുള്ളത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിലാണ് ഏറ്റവും നന്നായിട്ട് ഇതുണ്ടാവുക. ഇപ്പോൾ റിയാലിറ്റി ഡെയിലിയിൽ ഇത് ഇങ്ങോട്ട് കടന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാനൊന്നും സാധാരണ ഡെയിലിയിലല്ല നോക്കാറ്. ഇത് മറ്റേ വീക്കിലിയിലേക്ക് ഇത് ബുള്ളിഷ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മാസങ്ങൾ അത് എന്തായാലും സ്റ്റോക്ക് ആണെങ്കിലും ശരി, സെക്ടർ ആയാലും ശരി. ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിഫ്റ്റി റിയാലിറ്റി നോക്കാം. നിഫ്റ്റി റിയാലിറ്റി ഇതെന്താ സ്ഥിതി? ഇതിപ്പോൾ ഇന്നേത്തോടുകൂടി ബുള്ളിഷ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഇതിലേക്ക് മാറണം. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ ചാർട്ടും കുറേ ഇതും നോക്കി ഇരുന്നിട്ട് നമ്മളെ അപ്പുറത്തിരിക്കുന്നത് കോടികൾ ചിലവാക്കിയിട്ടുള്ള വലിയ വലിയ ആളുകളാണ്. കണ്ടോ, ഇത് ബോളിഞ്ചർ ബാൻഡ് ബ്ലാസ്റ്റ് ആവാൻ പോവാണ്. ഇവരെ പ്രൊപ്രൈറ്ററി ഇൻഡിക്കേറ്റർ ആണ് രോഹിത് മൊമെന്റം. അത് ആൾറെഡി എന്താണ് ബുള്ളിഷാണ്. വീക്കിലിയിൽ ഇതാ 40 SMA 20 SMA മുകളിലാണ്. വീക്കിലിയിൽ ഇത് പൂർണ്ണമായിട്ടും മുകളിലേക്ക്. ഇപ്പോൾ വീക്കിലിയിൽ വേണമെങ്കിൽ നമുക്ക് ബൈയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി ബൈ ആണ്, ന്യൂ ബൈ വന്നിട്ടുണ്ട്. കണ്ടോ, വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം ഇതിപ്പോൾ കഷ്ടി ഇപ്പോൾ ഈ ആഴ്ച ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിത് തിങ്കളാഴ്ച 20-ാം തീയതി ദീപാവലീൻ്റെ അന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ഉദ്ദേശിച്ചത് മുകളിലേക്ക് പോകും. അങ്ങനെയാണ് നോക്കേണ്ടത്. നോക്കാന്നല്ല, അങ്ങനെ നോക്കിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പുതിയ സ്റ്റോക്കുകൾ സെക്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതൊക്കെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡെയിലിന്ന് പോയിട്ട് ഞാൻ വീക്കിലിയിലൊന്ന് നോക്കാം. വീക്കിലിയിൽ ഇപ്പോൾ നിഫ്റ്റി മെറ്റലാണ് എന്ത് ചെയ്യുന്നത്, ലീഡിങ് ആയിട്ടുള്ളത്. വേറെ ഏതാ IT ചെറുതായിട്ട് ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് നീങ്ങി ഇതിങ്ങനെ വന്നിട്ട് പെർഫോം ചെയ്യാൻ പോവാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് കടക്കും. ഇതിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് IT അല്ലേ. അപ്പോൾ അതാ മെറ്റൽ ഉണ്ട്. പിന്നെ ഏതൊക്കെയാ, ഓട്ടോ ഉണ്ട്. പക്ഷെ ഓട്ടോ ബെൻഡായി തുടങ്ങി. നിഫ്റ്റി മെറ്റൽ ഇതാ, മെറ്റൽ ഡെയിലിയിൽ ഇന്ന് കുറച്ച് മോശമാണ്. 20 SMA അടുത്ത് എന്തെടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. വീക്കിലിയിൽ നമുക്ക് നോക്കാം. വീക്കിലിയിൽ ബുള്ളിഷാണ്. കാരണം വീക്കിലി ഇതാണ്ടോ, വീക്കിലി ബുള്ളിഷാണ്. വീക്കിലി മാസങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു മാസം മുന്നേ സാധനം ബൈയിൽ വന്ന് അതിനുശേഷം കുറേ മുന്നോട്ട് പോയി. ഇതൊക്കെ നോക്കി ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. ഇതിൽ ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്യാണ്. അങ്ങനെയാണ് നമ്മൾ കുറേശ്ശെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക, എങ്ങനെയാണ് റിലേറ്റീവ് റൊട്ടേഷൻ ഗ്രാഫ് പ്രയോഗിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് പിന്നെ കുറേശ്ശെ ഞാൻ അതിനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കലണ്ടർ സ്പ്രെഡിലേക്ക് പോകാം. കലണ്ടർ സ്പ്രെഡിൽ കലണ്ടർ സ്പ്രെഡ് ഇതൊരു കലണ്ടർ സ്പ്രെഡാണ്. ഇത് നോർമൽ കലണ്ടർ എന്ന് പറയും. അതായത് കോൾ കലണ്ടർ മാത്രമാണ്. ഇത് കണ്ടോ, ഞാൻ ഇപ്പോഴത്തെ അല്ല, ഞാൻ സെപ്റ്റംബറിലാണ്. കാരണം ഇന്നിപ്പോൾ 20-ാം തീയതിയായി. ഇനിയിപ്പോൾ അടുത്തതിൽ പ്രീമിയം ഉണ്ടാവില്ല. പിറ്റത്തെ അതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ലിക്വിഡിറ്റി ഇഷ്യൂ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പഴയതാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സെപ്റ്റംബർ 1-ാം തീയതി രാവിലെ 9:15 ഉള്ള അവസ്ഥ കലണ്ടറാണ്. ഇതിലിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇത് പെട്ടെന്നൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത്ര വലിയൊരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ മാത്രം, കാരണം ഇത് ഇവിടെ എത്തുന്ന വരെ നിങ്ങൾക്ക് ആകെ 100 രൂപ 200 രൂപ നഷ്ടം ഉണ്ടാവുള്ളൂ. അതാണ് ഈ കലണ്ടർ സ്പ്രെഡിൻ്റെ പ്രത്യേകത. ഡൗൺ സൈഡിലേക്ക് പോകുമ്പോഴാണ് കുറച്ച് നഷ്ടം കാണിക്കുക. പക്ഷേ ആ സമയത്ത് വോളാറ്റിലിറ്റി കൂടുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ഇന്ത്യ വിക്സ് ഒരുപാട് കൂടും. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡൊക്കെ വർദ്ധിക്കും. ഇതിങ്ങനെ മുകളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ നഷ്ടമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇനി ഇത് കമ്പൈൻഡ് പ്രീമിയം 1,00,000 അടുത്താണ് ഇത് വരുന്നത്. ഇനി രണ്ടും കൂടി കമ്പൈൻ സിയും പിയും കൂടി ചെയ്യുമ്പോൾ ഉള്ളത് കണ്ടോ, ഏറെക്കുറെ ഇതേപോലെ തന്നെയാണ്. പക്ഷേ പ്രോഫിറ്റ് 12,000 നിന്ന് 26,000 ഇതിൻ്റെ മാർജിനും കൂടി. ഇതാണ് CEP കമ്പൈൻ കലണ്ടർ. ഓക്കെ, ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതൊക്കെ നമ്മൾ വിശദമായിട്ട് ഓരോന്നിലും പഠിക്കും. ഓക്കെ, ഇതിൽ സാധാരണ നിങ്ങളെയൊക്കെ ഏത് വലിയ ട്രെയിനർമാരും പഠിപ്പിക്കുക. ഇതിപ്പോൾ സെപ്റ്റംബർ 1-ാം തീയതി കയറുകയാണെങ്കിൽ സെപ്റ്റംബർ 30-ൻ്റെ അല്ലെങ്കിൽ ഏറ്റവും മന്ത്ലി അത് നിങ്ങൾ സെല്ല് ചെയ്യുക, പിറ്റേത്തത് ബൈ ചെയ്യാമെന്നാണ് പറയാം. പക്ഷേ നിങ്ങളത് നോക്കിയാൽ മതി. ഇതൊന്നും ഇങ്ങനെയൊന്നുമല്ല. ഇതിലൊക്കെ ഒരുപാട് ക്യാച്ചുകളുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മേ ബി നന്നായിട്ട് നിങ്ങൾക്ക് പ്രീമിയം ഒരുപക്ഷെ 1-2 പ്രാവശ്യങ്ങൾ വിജയിക്കും. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം 2 പ്രാവശ്യത്തിന് ലാഭമായിട്ട് ഇത് പോകും. കാരണം ഇത് നോക്കിയാൽ മനസ്സിലാവും. പ്രീമിയം മിസ്മാച്ചിങ്, ഈ പ്രീമിയത്തിൻ്റെ
പ്ലേ ആണ് എപ്പോഴും കലണ്ടർ സ്പ്രെഡിൽ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇപ്പോൾ സി 24,500 സിൻ്റെ 582. ഇതേ സാധനം തന്നെ എത്രയാണ് പിൻ്റെ 210. ഉദ്ദേശം പകുതിയോളം വ്യത്യാസമുണ്ട്. ഇതൊരു ഒരുപാട് ഇങ്ങോട്ട് ഇതായിട്ട് മെൽറ്റ് ചെയ്ത് പോകും. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മെൽറ്റ് ചെയ്യാൻ സാധനം ഉണ്ടാവില്ല അവസാനം ആകുമ്പോഴേക്ക്. അപ്പം ഇത് കയറി കൂടുതൽ മെൽറ്റ് ആവും. അപ്പം എന്താവും, ലാഭം വളരെ കുറയും. അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെയും വരിക. അപ്പോൾ അതുകൊണ്ട് പ്രീമിയത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ഒരു ക്യാച്ച് ഉണ്ട്. ഇതിങ്ങനെയൊന്നും അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് പ്രൊഫഷണലായിട്ട്. നമ്മളെ കോഴ്സിൽ ഇങ്ങനെയൊന്നും അല്ല, ഇത് ഇന്നത് ചെയ്യുക അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല. അതിലൊരുപാട് കാര്യങ്ങൾ ക്യാച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് കമ്പൈൻ കലണ്ടറാണ് PEC. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഡയഗണൽ കലണ്ടർ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഇതുപോലെ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം, ഡബിൾ ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇതും ഇതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് എത്രത്തോളം, ഇതിപ്പോൾ ഞാൻ കഷ്ടി ATM എന്നൊരു 250 പോയിന്റാണ് എടുത്തുള്ളത്. ഇപ്പോഴത്തെ ATM അറിയാലോ, സ്പോട്ട് 550 അവിടുന്ന് 250. ഉദ്ദേശം 300 എടുത്തുള്ളൂ. ഉദ്ദേശം എത്രയാണ്, കഷ്ടി ഒരു 250 പോയിന്റിന്റെ ഗ്യാപ്പ് ഞാൻ എടുത്തുള്ളൂ. ഇത് 300, 400, 500 ഒക്കെ ആക്കാം. പക്ഷേ അതിനനുസരിച്ച് റിസ്ക് റിവാർഡിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളെ കൂടുതൽ എന്താവും, പിന്നെ നിങ്ങളെ നഷ്ടസാധ്യതയും കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതുപോലെ തന്നെ 2 ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ടാവും. നോർമലി നമ്മൾ ബ്രേക്ക് ഈവനിൽ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുക. ഇത് 2 തരം എന്താണ് കലണ്ടറുകൾ. അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നോർമൽ കലണ്ടർ. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതിനനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇത് രണ്ടുമാണ് നോർമൽ കലണ്ടേഴ്സ്. വോളാറ്റിലി സ്പ്രെഡ് ആയിട്ട് പൊതുവെ പറയുന്നത്. ഇത് CE സൈഡിലുണ്ടാവും, PE സൈഡിൽ അത് മാത്രമായിട്ട് ഒക്കെ ചെയ്യാം. അല്ലാതെ ഞാൻ എൻ്റെ കോഴ്സിൽ, അതായത് സൈലന്റ് ഇൻകം സ്ട്രാറ്റജീസ് എന്നുണ്ട്, ഇപ്പോൾ 5 ബാച്ച് ആൾറെഡി കഴിഞ്ഞു. 100-ലധികം ആളുകൾ അത് എൻറോൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നവംബർ അടുത്ത മാസം അടുത്ത 6ാമത്തെ ബാച്ച് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പഠിപ്പിക്കുന്നതാണ് ഒന്ന് ഇത് ഒന്നും ഇവിടെ വേറെ ആരും ചെയ്യുന്നത് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിപ്പോൾ ഫ്യൂച്ചറാണ്. ഓക്കെ, ഫ്യൂച്ചറിൻ്റെ പ്രത്യേകത എന്താ, ഇതിപ്പോൾ ഡിസംബറിലെ ഫ്യൂച്ചറാണ്. ഡിസംബറിലെ ഫ്യൂച്ചർ ഞാൻ ബൈ ചെയ്തു. എന്നിട്ട് ഇതിപ്പോൾ അൺലിമിറ്റഡ് ലോസും അൺലിമിറ്റഡ് പ്രോഫിറ്റും ഉണ്ടാവുന്ന, പിറകോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചർ എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബറിൽ. എന്നിട്ട് അതിന് ഞാൻ എന്ത് ചെയ്തു, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇപ്പം എന്തായി, എൻ്റെ ലോസ് എത്രയായി, മാക്സിമം ലോസ് 27,000 ഉണ്ടാവും എനിക്ക്. പക്ഷേ ഇത് അൺലിമിറ്റഡ് ആയിട്ടുണ്ടാവും. ഇനി ഞാനിത് കലണ്ടർ ആക്കാൻ പോവാ. ഓക്കെ, അപ്പോൾ ഇത് കലണ്ടറായി. കണ്ടോ, ഇതിപ്പോൾ ഒരു കലണ്ടറായി. ഇത് ഞാൻ ധാരാളം ഉപയോഗിക്കുന്ന ഒരു കലണ്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല പ്രോഫിറ്റബിളും ആയിരിക്കും. കാരണം ഇത് നിങ്ങൾക്ക് എതിരെ കഴിഞ്ഞാൽ ഈ ഒരു ഡെൽറ്റ 1 ആയതുകൊണ്ട് അതിൻ്റെ നഷ്ടം കാണിക്കും. പക്ഷേ ഈ പറഞ്ഞ സാധനം പ്രൊട്ടക്ഷൻ ഇവിടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അത് 50 പൈസേന് കുറഞ്ഞു വരും. പിന്നെ ഇതിപ്പോൾ കണ്ടോ, ഇത് നവംബറിലാണ്, ഇതൊരു ഡിസംബറിൽ പോകുന്നതാണ്, ഡിസംബർ വരെ. ഇത് നവംബർ ആകുമ്പോഴേക്ക്, ഇത് നവംബർ ഒന്നും ഒരു 20-ാം തീയതി ആകുമ്പോഴേക്ക് ഇതൊരു 5 രൂപ 6 രൂപ ആവും നോർമൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസംബറത്തെ വീണ്ടും വെച്ച് കൊടുക്കും. അപ്പോൾ അതാണ് നമ്മളെ പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇത് 24,351. മാർക്കറ്റ് ഇപ്പോൾ ഉള്ളതിന് 1,500 പോയിന്റ് താഴെ വീണ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, അടുത്ത നവംബർ 25-ാം തീയതി ആകുമ്പോഴേക്ക്, അതായത് ഒരു 35 ദിവസം കൊണ്ട് ഒരു 1,300 പോയിന്റ് അങ്ങനെ വീഴുമോ നിഫ്റ്റി? ഇപ്പോൾ ഒരു സാധ്യതയില്ല. അപ്പോൾ അത് അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്കാണ് ഈ പ്രോഫിറ്റ് കുറച്ചും ഇങ്ങോട്ടൊക്കെ വന്നതാണ് നല്ല പ്രോഫിറ്റ്. പിന്നെ നമ്മളിതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യും. അതൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതാണ് ഫ്യൂച്ചർ കലണ്ടർ. നിങ്ങൾ പഠിച്ച ആളാണെങ്കിൽ, ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഫ്യൂച്ചർ കലണ്ടർ ചെയ്ത് തരാൻ അറിയൂ, ഒന്ന് നിങ്ങളെ മെൻറ്ററോട് ചോദിക്കുക. ഞാൻ ഉറപ്പ് തരാം, ഇവിടെ ചെയ്യുന്ന ആളുകൾ അതില്ല. ഓക്കെ, ഇത് ഫ്യൂച്ചർ ഉപയോഗിച്ചിട്ടുള്ള കലണ്ടറാണ്. ഇതിലൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇത് എങ്ങനെ പോയാലും നിങ്ങൾ പ്രോഫിറ്റിലേ ഇറങ്ങുള്ളൂ. ഇത് നമ്മളെ എവർഗ്രീൻ സ്ട്രാറ്റജിയാണ്. ലോകത്തെ ഏറ്റവും അധികം പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്ട്രാറ്റജികളൊന്നാണ് ഇത്. ഓക്കെ, അപ്പോൾ പക്ഷേ അതിനെക്കുറിച്ചൊക്കെ അറിവ് വേണം. നമ്മളെ ആളുകൾ എന്ത് ചെയ്യും,
യൂട്യൂബ് ഉണ്ടാക്കും, കുറേ ആൾക്കാർ ഫോളോവർ ആയിരങ്ങളും ലക്ഷങ്ങളും ആവുന്നതോടുകൂടി പിന്നെ അവർ പഠനം നിർത്തും. പിന്നെ അത് കച്ചവടം ചെയ്യൽ, അതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഓടി വരൽ, പ്രസ് മീറ്റ് സംഘടിപ്പിക്കൽ, ആൾക്കാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കൽ, ആൽഗോ വെക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല. കുറേ ട്രെൻഡ് ലൈന്, ചാർട്ട് പാറ്റേൺ, അതൊന്നും ഇനി വർക്ക് ചെയ്യില്ല. കാരണം അതിനൊക്കെ നോക്കിയിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകൾ മൗറീഷ്യസിലും ഹോങ്കോങ്ങിലും ഇവിടെ സിംഗപ്പൂരിലൊക്കെ ഇരുന്നിട്ട് ആളുകൾ കമ്പ്യൂട്ടർ അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണുന്നതൊക്കെ കമ്പ്യൂട്ടർ അതിന് മുന്നേ കാണുന്നുണ്ട്, കോടീശ്വരന്മാരുടെ കമ്പ്യൂട്ടർ. പിന്നെ നിങ്ങൾ അതിൻ്റെ പിറകെ പോയിട്ട് അത് സാധനം എന്താവും, നിങ്ങൾ പെട്ടലേ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ചെയ്തിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇത് വേറെ ലീപ് കലണ്ടർ എന്ന് പറയും. ഇത് ഡിസംബറിലെ ഇതാണ്. ഡിസംബർ ചെയ്തിട്ട് ഞാൻ നവംബറിലാണ് സെല്ല് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതും ഇതുപോലെ ഇത് ഞാൻ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ ലേശം ബുള്ളിഷ് ആയതുകൊണ്ട് 27,100 വരെ മാർക്കറ്റ് പോയാൽ, അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോഴത്തെ സ്പോട്ട് ഒരു 1,400 പോയിന്റോളം 1,300 പോയിന്റോളം മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഡിസംബർ ആകുമ്പോഴേക്ക് ഇതിന് നഷ്ടം വരുള്ളൂ. ഓക്കെ, ഇതൊരു ഫ്യൂച്ചർ കലണ്ടറാണ്. ഇതും നമ്മൾ എന്ത് ചെയ്യില്ല, ഡിസംബറിലേക്ക്, ഇതിപ്പോൾ നവംബർ ആകുമ്പോഴേക്ക് തന്നെ നമ്മളിത് നവംബർ 15-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് ഡിസംബറത്തേക്ക് കയറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ അടുത്തതാണ് ഇതുപോലെ, ഇത് പി സൈഡിൽ നമ്മൾ ചെയ്യുന്ന കലണ്ടറാണ്. ഇതും ലീപ് കലണ്ടർ. അത് മാർച്ചിലതാണ്, നോക്കിയാൽ മതി. ഇത് മാർച്ച്. ഇതിപ്പോൾ നവംബറാണ് നമ്മൾ എന്തായിട്ടുള്ളത് സെല് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് ബ്ലാങ്ക് ആയിട്ട് ആരും അനുകരിക്കാനോ മറ്റേന്ന് പോയത്. നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ കയ്യിലുള്ള കാശ് മാത്രമല്ല, പറമ്പ് വിറ്റിട്ട് നിങ്ങൾ ചിലവ് NSEക്ക് കൊടുക്കേണ്ടി വരും. അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊക്കെ ഒരു നല്ല ആളെടുത്ത് നിന്ന് പഠിക്കാതെ ഈ കാര്യമൊന്നും ദയവായിട്ട് ചെയ്യരുത്. ഞാനിങ്ങനെ കാണിക്കുന്നതില്ല. ഇതിനൊക്കെ ഒരുപാട് ക്യാച്ചുകളുണ്ട്, ഇതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുക, അവരൊക്കെ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ നോക്കിയാൽ മതി. ഇത് കണ്ടോ, ഇതിപ്പോൾ നവംബറിൽ ഇതാ മാർക്കറ്റ് 24,400 അടുത്ത് വരെ പോയില്ലെങ്കിൽ ഇത് പ്രോഫിറ്റബിൾ ആണ്. ഇതിലൊരു 100 റുപ്യേൻ്റെ അടുത്ത് മെൽറ്റ് ആവും. ഇത് ഫുള്ളായിട്ട്, ഇത് എത്ര 3 ഉണ്ട്, 120 റുപ്യ. അപ്പോൾ അത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, ഇതിൽ ചെറിയ നഷ്ടം ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നവംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസംബർ നമ്മൾ വെച്ച് കൊടുക്കും അടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ജനുവരി വെച്ച് കൊടുക്കും, ഫെബ്രുവരി, അങ്ങനെ ആ രീതിയിൽ മാസം നമ്മൾ എന്ത് ചെയ്യും, വിളവെടുപ്പ് നടത്തും. അതൊക്കെയാണ് കലണ്ടർ. അങ്ങനത്തെ കലണ്ടറൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ ATM ബൈ ചെയ്തു, ATM സെല്ല് ചെയ്തു, അടുത്ത മാസത്തത് ബൈ ചെയ്തു, മറ്റത് ഒരു ഓഫ്സെറ്റ് വെച്ചിട്ട് സ്ട്രാങ്കിൾ പോലെ രണ്ട് ഭാഗത്ത് 200-350 പോയിന്റ് നമ്മൾ സെല്ല് ചെയ്തു, അടുത്ത മാസത്തെ പൈസ ബൈ ചെയ്തു. ആ രീതിയിലുള്ള പഴയ കാലത്തെ അതൊന്നും നടക്കില്ല. അത് മനസ്സിലാക്കുക. ഇതായിരിക്കും നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. ഇതൊന്നും പഠിച്ചിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം നിങ്ങൾക്ക് മേ ബി പ്രോഫിറ്റ് ഉണ്ടാവും. 3-ാമത്തെ പ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടായ ലാഭവും അതിൻ്റെ GST 18% കൂടി മാർക്കറ്റാണ്ട് വാങ്ങി വയ്ക്കും. അതോടെ നിങ്ങളെ താല്പര്യം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരും ചെയ്യുന്ന അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് മാർക്കറ്റിൽ എന്തൊക്കെയാണുള്ളത് അത് നോക്കുക. അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് വിദ്യ സ്വായത്തമാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏറെക്കുറെ സമയം ഇത്രയായി. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഈ അടുത്ത ഇതിൽ എങ്ങനെയാണ് ഓരോ പി സൈഡിൽ ഉള്ള കലണ്ടർക്കെതിരെ പോകുമ്പോൾ എങ്ങനെ ചെയ്യാം, ഡയഗണൽ കലണ്ടർ നമുക്കെതിരെ പോകുമ്പോൾ എങ്ങനെ ചെയ്യാം, പി സൈഡിൽ C സൈഡിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നിട്ട് പഠിക്കാം. ഈ പറഞ്ഞ കോഴ്സിന് അടുത്ത മാസത്തെ നവംബറിലെ ഈ സൈലന്റ് ഇൻകം സ്ട്രാറ്റജിക്ക് താല്പര്യമുള്ള ആളുകൾ താഴെ ഉണ്ടാവും അതിൻ്റെ നമ്പർ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ലൈക്കും. ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുപോലെ ലൈക്ക് കൊടുക്കുക. കാരണം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്, അതുപോലെ സ്ട്രാറ്റജികൾ ഇതിലൂടെ എന്തൊരു പരിചയപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ പ്രോത്സാഹനം കൂടി ഉണ്ടായാലേ ഇതിൽ എനിക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവായി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക. ട്രേഡ് സംബന്ധമായ എല്ലാ വിവരങ്ങൾക്കും, അത് നിങ്ങളെ സംശയങ്ങളാവാം, നിങ്ങളുടെ സ്റ്റോക്ക് സംബന്ധിച്ച സംശയങ്ങളാവാം ഒക്കെ. അപ്പോൾ ഇനി അതിൽ ജോയിൻ ചെയ്യാനോ മറ്റ് സാങ്കേതിക പ്രയാസങ്ങളോ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ടെലഗ്രാം ഈ വാട്സാപ്പ് ചാനലിൽ നിന്ന് ജോയിൻ ചെയ്യുക. അതിൽ അദ്ദേഹങ്ങളെ ഡയറക്റ്റ് ചെയ്യും ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ കണ്ടതിൽ നന്ദി, നമസ്കാരം.